ഹലോ ഗൈസ്, നൈസായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ട്രിപ്പ് പോണേണ്ട. പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ഇവളും ഒരുമിച്ച് പോണ ഒരു ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പാണ്. അതാണ് ഞങ്ങളുടെ ഇതിനകത്തുള്ള മെയിൻ ഹൈലൈറ്റ്. പിന്നെ എങ്ങോട്ടാണ് പോണേന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് തായ്ലാൻഡിൽ എത്തിയിട്ടുണ്ട്. ഉറങ്ങിയിട്ടില്ല, നല്ല ടയേർഡാണ്. അപ്പൊ ഒരു ഫ്രഷപ്പിന് വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ വന്നേക്കാണ്. ഗോൾഡ് ഓർക്കിഡ് ഹോട്ടൽ. ഒരു ബാങ്കോക്കാണ്. ഒരു 2 അവർ നമുക്ക് ഇവിടെ ഉള്ളത്. ഒന്ന് ഫ്രഷ് ആവാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും. ടയേർഡാണ്, വയ്യ, ചെല്ലട്ടെ. ഇത് നമ്മുടെ മലയാളി ട്രിപ്പ് മാനേജർ അനൂപും മറ്റേത് തായ് ഗൈഡ് റെയിനിയുമാണ്. ഇപ്പം ലഗേജൊക്കെ ഇവിടെ വെച്ചാൽ മതി അകത്ത് കയറാനായിട്ട്. പോയിട്ട് പെട്ടെന്ന് വരാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ താഴേക്ക്. അതുകൊണ്ട് പെട്ടെന്ന് പോവാണ്. പിന്നെ നൈസായിട്ട് ഡോറ് തുറക്കാനുള്ളൊരു പരിപാടിയിലാണ്. ഉറക്കക്ഷീണം ഉള്ളതുകൊണ്ടിട്ട് കിളിയൊന്നും കറക്റ്റായിട്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഡോർ എങ്ങനെ തുറക്കും എന്നുള്ളൊരു തന്ത്രപ്പാടിലാണ് ഞാനിപ്പോൾ. അപ്പം ഇതാണ് നമ്മുടെ റൂം. ചെറിയ റൂമാട്ടോ, വലിയ കാര്യമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല. പ്രത്യേകിച്ച് നമുക്കും വലിയ കാര്യമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല. ഇവിടെ ഒന്ന് ഫ്രഷ് ആവാൻ മാത്രമായിട്ട് കയറിയേക്കാണ്. ഇപ്പം തന്നെ ഇറങ്ങണം. കുറച്ച് ഒന്ന് റെസ്റ്റ് എടുത്ത് ഫ്രഷ് ആവാനും ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഹോട്ടലിൽ റൂം വന്നേക്കുന്നത്. 2 അവറാണ് കിട്ടിയേക്കണത്. 1 അവർ ഉള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തീരണം. 10 മണിക്കുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തീരണം, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടൂല. അപ്പം അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അടിച്ച് സെറ്റായിരുന്നു. കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടായി കൊടുത്ത. ചിലത് കൊള്ളാം, ചിലത് കൊള്ളൂല. അതുകൊണ്ടാണ് ഇപ്പൊ ഡ്രസ് ചെയ്ത് രണ്ടാമത് ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയാണ്. അടുത്തത് പട്ടായയിലേക്ക് വിടരുന്ന. ഈ പണ്ടാറ് ഇവിടെ വന്നാന്നും പറഞ്ഞ് പുലിയുടെ പാട്ടിന് പോണേണ്ട. പിന്നെ ഞങ്ങൾ വരേൻ്റെ അടുത്ത് ഇരുന്ന് ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയിലാണ്. സത്യം പറഞ്ഞാൽ നല്ല പേടി എൻ്റെ മനസ്സിലുണ്ട്. അതിൻ്റെ കണ്ണുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവനെ മറ്റേ പൂച്ചേനെ തുറന്ന പോലത്തെ ഒരു ഫീലാണ് കേട്ടോ. ഇത് പുലിയുടെ അപ്പങ്കടി പരിപാടിയാണ് കേട്ടോ. മേളിൽ നിന്ന് നമ്മൾ ചൂണ്ടയിൽ കുറത്ത് ഇരയിട്ട് കൊടുക്കും. വേണമെങ്കിൽ അവന് ചാടിയൊക്കെ കയറി വന്ന് നമ്മുടെ തലയും കടിച്ചിട്ട് പോവാട്ടാ. പക്ഷേ അശോകന് ക്ഷീണമാണെന്ന് തോന്നുന്നുണ്ട്. മുതലച്ചേട്ടന്മാരെ കാണാൻ പോയി. ഇവിടുന്ന് പോയിട്ട് ഫ്ലോട്ടി മാർക്കറ്റിൽ പോയിട്ട് വേണം കുമാരുടെ അൽഫാമ് തിന്നെ. ആ ഒരു പുച്ചോന് കുമാരോട് ഇല്ലാണ്ടില്ല. മുതലക്കുഞ്ഞിനെ കയ്യിൽ പിടിച്ച് ഫോട്ടോ എടുക്കുന്ന ചടങ്ങാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചടങ്ങ് നടത്താനായിട്ട് 150 ബാത്താണ്. 150 ബാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ 350 റുപ്പീസ് അറേഞ്ച് എന്തോ വരും. അപ്പോൾ ആൾക്ക് പേടിയുമുണ്ട് ആഗ്രഹവുമുണ്ട്. പക്ഷെ ആള് ആഗ്രഹത്തിൻ്റെ പുറകെ പോയി. ഹരിദാസ് ഗൈസ്, ഇനി ഗോൾഡൻ ടെമ്പിളാണ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ വന്നേക്കണത്. ബസ്സിൽ കിടന്നിട്ട് ഉറക്കമൊക്കെ കഴിഞ്ഞ നീറ്റാണ്. യെസ്, ഇപ്പം ഇതെന്താണ് സീനെന്ന് വെച്ചാലേ, ആള് ഷോർട്ട്സ് ഇട്ടുകൊണ്ടാണ് ഈ ടെമ്പിളിൻ്റെ അടുത്തോട്ട് വന്നത്. അപ്പോൾ അവിടെ അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ട് കയറ്റില്ല. അപ്പോൾ അവിടെ ഒരു മുണ്ട് പോലത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അത് അവർ തന്നു. ക്യാഷൊന്നുമില്ല കേട്ടോ. അവർ അവിടെ ഇഷ്ടംപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതേപോലെ വരുന്ന ആൾക്കാർക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് കൊടുത്താലേ അങ്ങോട്ട് കയറ്റത്തുള്ളൂ. നേരെ നമ്മൾ പടികൾ അങ്ങോട്ട് കയറുകയാണ്. ഇതെന്തോ കല്യാണരാമൻ സിനിമയിൽ ദീപങ്ങൾ ഒഴുകി വിടുന്ന പോലത്തെ അതേപോലത്തെ ഒരു സ്കീമാണെന്ന് തോന്നുന്നുണ്ട്. എന്തോ ഒരു നേർച്ചയൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്.
പിന്നെ ഇത് എന്തോ കൈകൊണ്ട് ഇങ്ങനെ നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു വൈബ്രേഷൻ സൗണ്ട് ഇങ്ങനെ വരും. അത് വരച്ചിട്ട് വന്നില്ല, വരക്കാൻ അറിയാവുന്നവർ വരച്ചാൽ വരും. പിന്നെ കുറച്ച് നമ്മുടെ സെബസ്ത്യാനോസ് പുണ്യാളൻ, അന്തോണിസ് പുണ്യാളൻ എന്ന് പറഞ്ഞ പോലെ വേറെ വേറെ ദൈവങ്ങളൊക്കെ ഉണ്ട്. അവരുടെ ഇത് പട്ടിണിപ്പാവങ്ങളുടെ ദൈവമാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കോറൽ ഐലൻഡിൻ്റെ വ്യൂ ഒക്കെ കിട്ടും. ഇവിടെ നിന്നൊരു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നല്ല ഫോട്ടോഗ്രാഫിയൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. ഫാമിലീസ് എല്ലാവരും നല്ലോണം ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്നിട്ട് നല്ല ലൈറ്റിങ്ങും ഉണ്ട്, കൂടാതെ നല്ല ചൂടും ഉണ്ടായിരുന്നു. ഇത് ഇവിടുത്തെ കപ്പേളയാണെന്ന് തോന്നുന്നുണ്ട്. ഒരു മൂലക്ക് മാറി വേറൊരു സ്പോട്ടാണ്. അവിടെ എന്തോ കാര്യമായിട്ടുള്ള വെഞ്ചിരിപ്പോ പൂജയോ എന്തോ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടെ തന്നെയുള്ള ആളുകളൊക്കെ തന്നെയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നട്ടുച്ചക്കുള്ള കറക്കവും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഇത് പുതിയ റൂമാണ്, പുതിയ ഹോട്ടലാണ്. ഇനി ഇവിടുന്ന് ഫ്രഷായിട്ട് വേണം വൈകുന്നേരം ഒരു തായ്ലാൻഡ് ട്രഡീഷണൽ ഡാൻസ് എന്തോ ഒരു പേരുണ്ട് ആ ഡാൻസിന്. അതിന് വേണ്ടിയിട്ട് വന്നേക്കണതാണ് ഞങ്ങൾ. അപ്പോൾ ഈ ഡാൻസ് പരിപാടിയുടെ പുറകിൽ നല്ലൊരു സീക്രട്ട് ഒളിച്ചിരിപ്പുന്നുണ്ടെന്ന് ഒരു ക്ലൂ തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഗൈഡ്. അതെന്താണെന്നൊരു പിടി കിട്ടിയില്ല. പിന്നെ ഇങ്ങനത്തെ ഡാൻസ് പരിപാടിക്കൊന്നും എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാനിത് ഒഴിവാക്കി വേറെ എവിടെയെങ്കിലുമൊക്കെ നടക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ സംഭവം കാണാൻ വന്ന് കണ്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് മിസ്സായിരുന്നു വെച്ചെങ്കിൽ വളരെയധികം മിസ്സാവുന്ന ഒരു പരിപാടിയായിരുന്നു. ഞാൻ എന്നുവെച്ചാൽ അത്രയും വണ്ടറടിച്ച് നിന്നുപോയി. ഇവർ ഭയങ്കര സ്കില്ലാണ് ഇവരുടെ കാര്യങ്ങൾ, ഇവരുടെ ഡാൻസ് കോർഡിനേഷനും കാര്യങ്ങളൊക്കെ ഹെവി, ഒന്നും പറയാനില്ല. ആരും തെറ്റിക്കണമില്ല, ഒന്നുമില്ല. നമ്മുടെ കിളി പറഞ്ഞു അത്രയും വണ്ടറടിച്ച് നിന്നോണ സൈസ് പരിപാടിയായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ പുറകിലുണ്ടായ മെയിൻ സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റാണ് നമുക്ക് കണ്ടു കഴിഞ്ഞിട്ട് മനസ്സിലായില്ല. പക്ഷെ ലാസ്റ്റാണ് അറിഞ്ഞത് ഇതിനകത്ത് പെണ്ണുങ്ങൾ ഒരെണ്ണം പോലും ഇല്ല, ഇതെല്ലാം ആണുങ്ങളാണ്. ഞെട്ടിപ്പോയി കേട്ടിട്ട്. കിടിലം പരിപാടിയായിരുന്നു കേട്ടോ. വല്ലാത്ത സ്കില്ലാണ് ഇവർക്ക് ഈ പരിപാടികൾക്ക് നടത്താനായിട്ടുള്ള. പരിപാടി കഴിഞ്ഞ് ഡാൻസേഴ്സൊക്കെ പിന്നെ റോട്ടിലേക്ക് ഇറങ്ങി നിന്ന് ആളുകൾ വന്നിട്ട് ഫോട്ടോ എടുക്കണമെങ്കിൽ 100 ബാത്ത് 150 ബാത്തൊക്കെയാണ്. ഒരു 300-400 രൂപയൊക്കെയാണ് ഫോട്ടോ എടുക്കാനുള്ള റേറ്റ്. പിറ്റേ ദിവസം രാവിലെ തന്നെ നമുക്ക് ഓവർലൈനിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ. നമ്മളെല്ലാവരെയും ക്യൂ ആയിട്ട് നിർത്തുകയാണ് നമ്മുടെ ഗൈഡ്. ഇവിടെ വന്നപ്പോഴേക്ക് എനിക്ക് ആകെ കൺഫ്യൂഷനായി. ഈ വെള്ളത്തിൻ്റെ കളറൊക്കെ കണ്ടപ്പോഴേക്ക് നമ്മുടെ ബീച്ചിൻ്റെ വെള്ളത്തിൻ്റെ കളറൊക്കെ തന്നെ ഉള്ളൂ, ഇതാണ് സെറ്റപ്പ് എന്ന് വിചാരിച്ചു പോയി. പക്ഷേ സംഭവം അതല്ലായിരുന്നു. ഇപ്പം നമ്മൾ ബോട്ടിൽ കയറി കുറച്ച് ദൂരം അങ്ങോട്ട് പോകാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ബോട്ട് ജെട്ടിയിൽ കൂടി നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ഞങ്ങൾ. ഇങ്ങനത്തെ ബോട്ടിൽ കയറാനായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇന്നത് നടക്കാൻ പോണേണ്. പിന്നെ കടലിൻ്റെ അടിയിൽ പോയി മീനുകൾ കാണാൻ പറ്റിയ ചെറിയൊരു പരിപാടി. സ്കൂബ ഡൈവ് അല്ല, തലയിലൊരു ബ്രീത്ത് ചെയ്യാൻ പറ്റിയ ഹെൽമെറ്റൊക്കെ വെച്ച് നമ്മൾ താഴേക്ക് ഇറക്കും. അതിൽ ചെറിയ കുഞ്ഞു പിള്ളേർ തുടങ്ങി കയറുന്നുണ്ടായി. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ കോറൽ ഐലൻഡിലേക്ക് പിടിപ്പിക്കണതാണ് ഈ കാണുന്നത്. അപ്പം നമ്മൾ കോറൽ ഐലൻഡിൽ എത്തിയിട്ടുണ്ട്. നല്ല വെയിലുണ്ട്, ചൂടുണ്ട്. പക്ഷേ അതിനെപ്പറ്റി ഓർക്കാനുള്ള നേരമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളവിടെ ചെന്നിട്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അതുകൊണ്ട് ചൂടൊന്നും അറിഞ്ഞില്ലെന്ന് വേണം പറയാൻ. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ നമുക്ക് കുറച്ച് 2 ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ബനാന ബോട്ട് റൈഡ്, പിന്നെ സ്പീഡ് ബോട്ട് റൈഡ്. പിന്നെ അത് പറ്റിക്കലായിരുന്നു. അത് പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞ്. അത് കഴിഞ്ഞ് ഞങ്ങളെ ഒരു മാളിലേക്ക് കൊണ്ട് ഇറക്കി. അവിടെ കുറച്ച് പർച്ചേസിങ്ങും ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നു. പക്ഷേ കാര്യമായിട്ടൊന്നും വാങ്ങിയില്ല, കാരണം നല്ല വിലയാണ്. നമ്മുടെ ഇവിടെ നിന്ന് വാങ്ങുന്നതിൻ്റെ 3 ഇരട്ടി മേലെ വിലയാണ് അവിടെ എന്ത് സാധനത്തിനും. അതുകൊണ്ട് ഓടി നടന്ന് കാഴ്ച കാണാൻ മാത്രം കൊള്ളാം. പൈസ ഉണ്ടെങ്കിൽ മേടിക്കുക, അത്രേ ഉള്ളൂ. അപ്പം മാളെല്ലാം ചുറ്റിക്കറങ്ങി കണ്ടിട്ട് ഡിന്നറിന് വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയേക്കുന്നതാണ്. ഇവിടെ നമ്മുടെ മലയാളം സിനിമയുടെയും തമിഴ് സിനിമയുടെയൊക്കെ പഴയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു
ഇന്ത്യൻ ഫിലിം വൈബായിരുന്നു മൊത്തത്തിൽ ഹോട്ടലിൽ. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് അടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ റൂമിലേക്കാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോൻ്റെ ഫസ്റ്റ് പാർട്ട് ഇതോടെ ഞാൻ നിർത്തുന്നതാണ്. സെക്കൻഡ് പാർട്ടിന് വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക, മണിയൊക്കെ അടിക്കണം. ഓക്കെ, ബൈ.